കേരളത്തിലെ മദ്യപന്മാരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത. ബാറിൽ പോയി ഇനി ടച്ചിങ്സിന് വേണ്ടി അധികം മസിൽ പിടിക്കരുത്. പിഞ്ചേട്ടാ, ബാറിൽ പോയാൽ പണ്ട് ഏതൊരു സിനിമയിൽ സലീംകുമാർ മച്ചാൻ വർഗീസും കൂടെ പറയും പോലെ പണ്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തലയ്ക്കാണ് കിക്ക്, ഇപ്പം അടിച്ചു കഴിഞ്ഞാൽ നടുവിനാണ് കിക്ക് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ കിക്ക് മാത്രമാണോ അതോ ജീവനം കൊണ്ട് തിരിച്ചു പോകാൻ പറ്റുമോ? അതെ, ഈ ബാറിലൊക്കെ ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ടച്ചിങ്സിനെ ചൊല്ലിയാണ് ഭയങ്കരമായ തർക്കം നടക്കുന്നത്. അതായത് ടച്ചിങ്സ് നൽകാത്തതിൽ വാക്ക് തർക്കവും കയ്യാങ്കളിയും പല നടക്കുന്നുണ്ട്. അത് പക്ഷേ ഒരു കൊലപാതകത്തിൽ കലാശിച്ചു. തൃശ്ശൂരിൽ ബാർ ജീവനക്കാരനെ യുവാവ് കുത്തിക്കൊന്നു. ഹേമേന്ദ്രനെ പക മനസ്സിൽ വെച്ച സിജോ ജോൺ കുത്തിക്കൊലപ്പെടുത്തിയത് ബാറിൽ നിന്ന് ഇറങ്ങി തിരികെ കത്തിയുമായി എത്തിയ ശേഷം. അരുംകൊല പുതുക്കാട് മേഫെയർ ബാറിന് പുറത്ത് വെച്ചാണ്. അതായത് ബാറിൽ നടന്ന സംഭവത്തിന് ബാറിന് പുറത്ത് വെച്ച് കുത്തിക്കൊലപ്പെടുത്തുകയാണ്. മദ്യത്തിനൊപ്പം വേണ്ടത്ര ടച്ചിങ്സ് നൽകിയില്ലെന്ന പേരിലെ തർക്കത്തിനൊടുവിൽ ബാർ ജീവനക്കാരനെ കുത്തിക്കൊന്നു. പുതുക്കാട് മേഫെയർ ബാറിന് പുറത്ത് വെച്ച സംഭവം. എരുമപ്പെട്ടി സ്വദേശിയായ ഹേമേന്ദ്രൻ, 64 വയസ്സുള്ള മനുഷ്യനാണ്. ഹേമേന്ദ്രനാണ് കുത്തേറ്റ് മരിച്ചത്. പ്രതി അളഗപ്പ നഗർ സ്വദേശി സിജോ ജോൺ അറസ്റ്റിലായിട്ടുണ്ട്. 40 വയസ്സുള്ള ആളാണ് ഇത് ചെയ്തത്. വൈരാഗ്യം മനസ്സിൽ കരുതി ഇയാൾ തിരികെ എത്തി കൊലപ്പെടുത്തുകയായിരുന്നു. രാത്രി 11:30യോടെയാണ് സംഭവമുണ്ടായത്. കൊച്ചിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി നോക്കുന്നയാളാണ് പ്രതിയായ സിജോ. ബാറിൽ നിന്നും മദ്യപിക്കുന്നതിനിടെ ആവശ്യത്തിന് ടച്ചിങ്സ് കിട്ടിയില്ല എന്ന പേരിൽ ഇയാൾ ജീവനക്കാരുമായി വാക്കുതർക്കവും പിന്നാലെ കയ്യാങ്കളിയും ഉണ്ടായി. ഇതിൻ്റെ തുടർച്ചയായാണ് ആക്രമണം ഉണ്ടായത്. ഇതിനുശേഷം ബാറിൽ നിന്നും ഇറങ്ങി തൃശ്ശൂരേക്ക് പോയ പ്രതി ഒരു കത്തിയുമായി തിരികെ എത്തി. ഭക്ഷണം കഴിക്കാനായി രാത്രി 11:30ഓടെ ഹേമേന്ദ്രൻ പുറത്തിറങ്ങിയ നേരത്തെ ഇയാൾ ആക്രമിച്ചു. നേരത്തെ തൃശ്ശൂരിൽ നിന്നും ഈ ബാറിലേക്ക് എത്തുമ്പോൾ തന്നെ സിജോ മദ്യപിച്ചിരുന്നതായിട്ടാണ് വിവരം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അസഹിഷ്ണുത കൂടി വരികയാണ് മനുഷ്യർക്കിടയിൽ. കാരണം ഈ പറഞ്ഞതുപോലെ ക്ഷമിക്കാനുള്ള മനസ്സില്ല. നമ്മളിപ്പോൾ രാത്രിയൊക്കെ ഈ വാഹനത്തിൽ പോകുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ചിലർക്ക് വയസ്സായ ആളുകളും അതോടൊപ്പം സ്ത്രീകളും ഒക്കെ വണ്ടി ഓടിക്കുമ്പോൾ ചിലപ്പോൾ അത് ഇവരുദ്ദേശിക്കുന്ന വേഗതയിലോ അല്ലെങ്കിൽ അവരിപ്പോൾ ഒരു വളവിനൊക്കെ വരുമ്പോൾ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് കുറേ ബുദ്ധിമുട്ട് ഉണ്ടാക്കാം. അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അവർ പഠിച്ചു വരുന്നതാകാം, അല്ലെങ്കിൽ പേടിയാകാം. പക്ഷേ ഈ പിറകിൽ വരുന്ന വാഹനങ്ങൾ ഭയങ്കരമായ ഹോണടിക്കുകയും അസഹിഷ്ണുത പുലർത്തുകയും ഒക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ ചിലപ്പോൾ കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങളെത്തും. അതായത് ഈ നിർത്തിയിട്ടിരിക്കുന്ന സ്ത്രീയോ വയസ്സായവരോ അല്ലെങ്കിൽ അതും ഇതുപോലെ അസഹിഷ്ണുതയുള്ള ഒരാളാണെങ്കിൽ ഇത് തമ്മിൽ കയ്യേറ്റവും കത്തിക്കുത്തും വാഹനങ്ങൾ അടിച്ച് പൊട്ടിക്കുക എന്ന നിലയിലേക്ക് നിരവധി സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് അസഹിഷ്ണുത പെരുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. എന്നാൽ ഇവർക്ക് വീട്ടിൽ ചെന്ന് ഒരു ജോലിയും കാണില്ല. 1 മിനിറ്റ് മുമ്പേ എത്തിയിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ആശുപത്രിയിലോ അല്ലെങ്കിൽ എമർജൻസി, അതുപോലെ ഈ ബ്ലോക്ക്, ഈ സിഗ്നലൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിലൊക്കെ എന്തുമാത്രം വേഗതയിൽ ഇവർ വന്ന് അമിതമായി ഹോണടിച്ച് പേടിപ്പിച്ചൊക്കെയാണ് പോകുന്നത്. കാരണം ഈ സിഗ്നലിന് മുമ്പ് കടന്നെത്താൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടവും അതൊരുപാട് അപകടത്തിലെത്തിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതുപോലെ ഈ ബാറിലൊക്കെ ഈ പറഞ്ഞതുപോലെ ഭയങ്കരമായ പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. ഇതിപ്പോൾ ഒരു മരണമായതുകൊണ്ടാണ് ഇത് പുറം ലോകം അറിഞ്ഞത്, അല്ലെങ്കിൽ ഇത് അറിയില്ല. എപ്പോഴും കയ്യാങ്കളി. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ബാറിൽ മദ്യപിക്കാൻ പോകുന്നവർക്ക് ടച്ചിങ്സ് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണോ? അത് പല ബാറുകളും പല സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ടച്ചിങ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ പറഞ്ഞ പോലെ മിച്ചറോ അങ്ങനെയൊക്കെയുള്ള ടച്ചിങ്സ് ആയിട്ട് കൊടുക്കാറുണ്ട്, അച്ചാറുകളോ. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ആയിരിക്കാം. ചില ബാറുകൾ നമുക്കറിയാം, കൊല്ലത്തൊക്കെ ഉള്ള ചില ബാറുകളുണ്ട്. വിജയം പിള്ളയുടെയൊക്കെ പഴയ MLA ആയിട്ടുള്ള വിജയം പിള്ളയുടെയൊക്കെ ബാറിലൊക്കെ മുട്ട ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ബാറുകളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചിലർ ഈ ബീഫും കപ്പയും കൂടെ വെച്ചിട്ടൊരു പ്രത്യേകതരം ടച്ചിങ്സ് കൊടുക്കാറുണ്ട്. ഫ്രീ ആയിട്ട് കിട്ടുമോ? അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അത് പെട്ടെന്ന് മാത്രം പോയി കഴിക്കാൻ പറ്റുമോ? അതെ. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു പ്ലേറ്റിലൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിച്ചിട്ട് മദ്യപിച്ചിരിക്കുമല്ലോ, വീണ്ടും ചെന്ന് ചോദിക്കുമ്പം ഇതിനൊരു പരിധി ഉണ്ടല്ലോ കൊടുക്കുന്നതിന്. അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രധാനമായും പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അത് വലിയ വിഷയങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അത് കാത്തിരുന്ന് പിന്നീട് പുറത്തിറങ്ങി കത്തിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഇത്രയും ക്രൂരത ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തെറ്റും അയാൾ ചെയ്തിട്ടില്ല. അവർക്ക് ബാറിൽ നിർദ്ദേശം ഉണ്ടാവും മുതലാളിമാരുടെ, ഇത്രയേ കൊടുക്കാവൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അവർക്ക് അവരുടെ ജോലി ചെയ്തല്ലേ പറ്റൂ. സൈക്കോഷമ്യ. 64 വയസ്സുള്ളൊരു മനുഷ്യനാണ് പാവം. അദ്ദേഹം ജീവിക്കാൻ വേണ്ടിയാണ് ഈ പ്രായത്തിലും ജോലി ചെയ്യുന്നത്. അത് മനസ്സിലാക്കുന്നില്ല. ഇവരൊക്കെ ഈ ഒരാളെ കുത്തിക്കൊന്നു കഴിഞ്ഞ് പിന്നെ ബോധമില്ലാതെ പിറ്റേന്നാകുമ്പോഴായിരിക്കും എൻ്റെ കുറ്റബോധമൊക്കെ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് തൃശ്ശൂർ മുമ്പും ഇത് ഉണ്ടായിട്ടുണ്ട്. അതായത് ബിയർ കുപ്പി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസുണ്ടായി. അപ്പോൾ ഇത് ബാറിൻ്റെ ഈ പറഞ്ഞതുപോലെ ഇതിനൊക്കെ ഒരു നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം മദ്യം ഇപ്പോൾ നമ്മുടെ കേരള സർക്കാർ
മദ്യവർജനമെന്നാണ് എപ്പോഴും പറയുന്നത്. ഇത് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ ഈ മദ്യക്കുപ്പിയുടെ മേൽ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി വെക്കുന്നത് പോലെ ഉള്ളൂ. മദ്യം നിരോധിച്ചാൽ മാത്രം, അല്ലെങ്കിൽ മദ്യം വേണ്ടത്ര ലഭ്യമല്ലാതായാൽ മാത്രമല്ലേ മദ്യനിരോധനം സാധ്യമാവും. ഇതിപ്പം ലാവിഷായിട്ട് കൊടുത്തിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മദ്യവർജനമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മദ്യത്തിൽ നിന്നും അവിടെ തന്നെ വാഹന പെറ്റിയിൽ നിന്നുമൊക്കെ കിട്ടുന്ന പൈസ കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം മദ്യപാന്മാരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരാളുടെ ജീവൻ ഹോമിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതുമാത്രമല്ല, ഇത് ഈ പറഞ്ഞതുപോലെ സ്ഥിരമായി മദ്യപിച്ച് പോകുന്നവരുടെയൊക്കെ മൈൻഡ് ഒരു ക്രിമിനൽ വാസനയോടുകൂടി തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതുമാത്രമല്ല, മദ്യപിച്ച് കഴിയുമ്പോൾ ഭയങ്കരമായ രീതിയിൽ ആൾക്കാരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യാനും അസഹിഷ്ണുത പുലർത്താനും ഒക്കെ ഉള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഇവർ എത്തിപ്പെടും. അപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തൃശ്ശൂർ മാത്രമല്ല കേട്ടോ, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ മദ്യപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോധമില്ലാതെ, ചിലപ്പോൾ ഈ മദ്യം മാത്രമല്ല, ചിലപ്പോൾ മറ്റേ പുകയും കൂടി ഉണ്ടാവും അതിൻ്റെ ഇടയിൽ. അതെ. അപ്പോൾ ഈ ആരോട് എങ്ങനെ പെരുമാറാം എന്നതിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ഈ 64 വയസ്സുള്ള ആ മനുഷ്യൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നുണ്ടല്ലോ, അവർക്ക് മേലെ നിന്ന് മുതലാളി പറയുന്ന പോലെയല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ടച്ചിങ്സ് കൊടുക്കാം, ഓക്കെ, ഈ മദ്യം കഴിക്കുന്ന ആളുകൾക്ക് ടച്ചിങ്സ് കൊടുക്കാം. ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനത്തിനും ഒരു പരിധി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ചോദിച്ച് കൊടുത്ത് 2 പ്രാവശ്യം ചിലപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ താല്പര്യത്തിൽ ഒരു തവണയും കൂടെ കൊടുത്തിട്ടുണ്ടാവും. വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ചില ആളുകൾക്ക് കിട്ടാതെ വരുമ്പോൾ അവിടെ കിടന്ന് ബഹളം വെക്കും, അവിടെ അടിയുണ്ടാക്കും, ചില ആളുകൾ ബാറ് തല്ലിപ്പൊളിക്കും. ഈ സിറ്റുവേഷനിലൊക്കെയാണ് ഓരോ ആളുകളുടെ പെരുമാറ്റം പോകുന്നത്. ഇതും അത്തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ്. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം രാത്രി 11 മണിക്ക് ബാറടയ്ക്കും. 11 മണിക്ക് ബാറടച്ച് കഴിഞ്ഞതിന് ശേഷം അയാൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തു പോകുന്നൊരു എന്താ പറയുക, ഒരു വന്ധ്യവയോധികൻ, 65 വയസ്സായിട്ടുള്ളൊരു മനുഷ്യൻ. അയാൾ ഭക്ഷണം കഴിക്കാൻ രാത്രി ജോലി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവൻ ഇറങ്ങിപ്പോയവൻ കത്തിയായിട്ട് ഇയാളെ കാത്തു നിന്ന് കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മദ്യം എത്രമാത്രം ഇവരുടെയൊക്കെ തലയ്ക്ക് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ നാട്ടിൽ മദ്യം സുലഭമായിട്ട് കൊടുക്കുക, എന്നിട്ട് അത് കഴിച്ചതിന് ശേഷം വാഹനം ഓടിക്കുന്ന ആളുകളെ പിടിച്ച് പൈസ വാങ്ങിക്കുക. അപ്പോൾ മദ്യത്തിൻ്റെ പൈസയും വാഹനം ഓടിച്ചതിൻ്റെ പൈസയും ഒക്കെ എല്ലാം സർക്കാരിലേക്ക് വരുന്നു എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ സർക്കാർ തന്നെ ഒരു കാര്യം ചിന്തിക്കണം. നമ്മൾ മദ്യവിൽപ്പന നടത്തിയിട്ട് ഈ മദ്യം കഴിച്ചതിന് ശേഷം ഇത്തരത്തിൽ അപകടമുണ്ടാക്കിയ എത്ര ആളുകളുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കണം. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ അപകടത്തിലേക്ക് എത്തുന്നത് എന്നതിനെക്കുറിച്ചും ഉള്ള പരിശോധനകൾ നടത്തിയിട്ട് സർക്കാർ തന്നെ എന്താണ് വേണ്ടത്, ഈ മദ്യം കൊടുക്കുന്നത് കുറയ്ക്കണോ, ഇനി അതല്ല കൂട്ടണോ. ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ചില ആളുകൾ പറയുന്നിട്ടുണ്ട് മദ്യം സുലഭമായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിക്കുന്ന കുറച്ച് കുറയും എന്നുള്ളത്. ഈ കഞ്ചാവിൻ്റെ കേസ് വരുന്ന സമയത്താണ് പലരും ഈ മദ്യവും കഞ്ചാവുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ലഹരിയെക്കുറിച്ചുള്ള സംസാരങ്ങൾ പലപ്പോഴും വരുമ്പോൾ പല ഗ്രൂപ്പുകളിലും പല ആളുകളും വലിയ കാര്യമായിട്ട് പറയുന്ന കേൾക്കാം, മദ്യമുണ്ട്, മദ്യം കുറച്ചുകൂടി സുലഭമായിട്ട് എല്ലാ മുക്കിലും മൂലയിലും കിട്ടുന്നത് പോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ ആവശ്യമുള്ളത് മേടിക്കും, കഴിക്കും. അതിൽ കൂടുതൽ കഴിക്കുകയോ സ്റ്റോക്ക് ചെയ്യുകയോ ചെയ്യില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത്. അതുപോലെ കഞ്ചാവും ലീഗലൈസ് ചെയ്യണം എന്നാവശ്യപ്പെടുന്നതാണ് അതിൻ്റെ മറ്റൊരു വശം. പക്ഷേ എന്തായാലും ഇതുപോലെ മദ്യം കഴിച്ച് ഒരു പാവം പിടിച്ചൊരു മനുഷ്യൻ്റെ ജീവിതം കൂടി കളഞ്ഞു. ടച്ചിങ്സ് കിട്ടാതെ ഒരാളുടെ ജീവൻ എടുത്തവന് ഇനി ടച്ചിങ്സും മദ്യവും കിട്ടാതെ ജീവിതാവസാനം വരെ ജയിലിൽ കഴിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.